അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അറബിയുമ്മയും തലാലും കേരളത്തിലെത്തിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. ദിവസം കഴിയുന്നോറും ഉസ്താദിൻ്റെ മനസ്സിൽ ടെൻഷൻ കൂടിക്കൊണ്ടുവരികയാണ്. കാരണം മറ്റൊന്നുമല്ല, തൻ്റെ പ്രിയപ്പെട്ട നൂർ ഫാത്തിമ തന്നെ വിട്ട് അതാ സൗദിയിലേക്ക് പോകുകയാണ്. അപ്പോൾ അവൾ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു രസം ഉണ്ടാവില്ല. കാരണം എപ്പോഴും അവളുടെ കൂടെയുള്ള ആ ഒരു ജീവിതം അത് വല്ലാത്തൊരു റാഹത്ത് തന്നെയാണ്. എന്താണെന്നറിയില്ല, അവൾ വന്നതിന് ശേഷം അവളില്ലാത്തൊരവസ്ഥ അതെനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. കാര്യം ശരിയൊക്കെ തന്നെയാണ്, പ്രസവത്തിന് വേണ്ടി കൊണ്ടുപോവുകയാണ്. പക്ഷേ എന്തൊക്കെ തന്നെയായാലും അവളില്ലാത്ത ഓരോ ദിവസം എനിക്കൊരു വർഷം പോലെയാണ്. എൻ്റെ പ്രിയപ്പെട്ട നൂർ ഫാത്തിമ, നീ പോകുന്നത് എനിക്ക് നല്ല സങ്കടമുണ്ട്, ഉസ്താദ് മനസ്സിൽ വിചാരിക്കുന്നു. എന്നാൽ ഈ സമയം നൂർ ഫാത്തിമയെ തിരഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ അങ്ങോട്ട് എത്തുന്നുണ്ട്. ഉസ്താദ് പള്ളിയിലാകുമ്പോൾ ഒരുപാട് പേര് അന്വേഷിച്ച് വരുന്നുണ്ട്. പക്ഷേ അറബിയുമ്മ അവിടെ ആയത് കാരണം നൂർ ഫാത്തിമ അവിടെ വീട്ടിലാണ്. ഉമ്മ പറഞ്ഞിരുന്നു, മോനെ അവളെ കൊണ്ടുപോയിക്കോ, ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, അപ്പോൾ മോനെ നൂർ മോളെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോ എന്നുമ്മ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പോന്നപ്പോൾ നൂർ ഫാത്തിമയെ കൂടെ കൂട്ടി. നൂർ ഫാത്തിമ അവിടെ ഉണ്ട് എന്നറിഞ്ഞാൽ ഒരുപാട് ആളുകൾ നൂർ ഫാത്തിമയെ കാണുവാനെത്തും. എന്നാൽ അന്ന് ഉസ്താദിൻ്റെ സ്നേഹിതനും ഭാര്യയും വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അങ്ങോട്ട് കടന്നു വരുന്നത്. വരുമ്പോൾ തന്നെ അവരുടെ അടുക്കൽ എന്തൊരു സ്പെഷ്യലായിട്ട് ഒരു ഗിഫ്റ്റും ഉണ്ട്. അത് ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട നൂർ ഫാത്തിമക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണെന്ന് അവർ പറയുന്നു. എന്താണ്, എന്ത് സ്പെഷ്യലായിട്ട് ഉള്ളത് എന്ന് ഉസ്താദ് ചോദിച്ചു. അതെ, മറ്റൊന്നുമല്ല നാഫി ഉസ്താദേ, ഒരുപാട് വർഷത്തെ കാത്തിരിപ്പായിരുന്നു. എന്ത്? അല്ലേ, ഞങ്ങൾ എത്രയോ ലക്ഷങ്ങളാണ് പൊട്ടിച്ചത് ഞങ്ങൾക്കൊരു കുഞ്ഞിക്കാല് കാണുവാൻ വേണ്ടിയിട്ട്. കയറി ഇറങ്ങാത്ത ഹോസ്പിറ്റലുകളില്ല. എത്രയോ തങ്ങന്മാരടുത്തും മുസ്ലിയാക്കന്മാരടുത്തും എല്ലാം പോയിട്ടുണ്ട്. എല്ലാ ചികിത്സകളും ആത്മീയമായും ഭൗതികമായും എല്ലാം ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും ശരിയായിട്ടില്ലായിരുന്നു. എന്താണെന്നറിയില്ല. നൂർ ഫാത്തിമയുടെ അടുക്കൽ വന്നു പറഞ്ഞു. അവൾ എന്തൊക്കെയോ സുഹൃത്തുക്കളൊക്കെ ഓതുവാൻ വേണ്ടി അവളോട് കൽപ്പിച്ചു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഇന്നെൻ്റെ ഭാര്യ ഗർഭിണിയാണ്. അത് അവൾക്ക് ഡേറ്റ് തെറ്റിയിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്തപ്പോൾ അവൾ ഗർഭിണിയാണ്. അൽഹംദുലില്ലാ, മാഷാ അല്ലാ. ഉസ്താദിൻ്റെ ആ ഫ്രണ്ട് ഉസ്താദ് അതാ സന്തോഷം കൊണ്ട് കരയുകയാണ്. ഹേയ്, കരയരുത്, അള്ളാഹുവിനോട് നന്ദി പറയാം. പടച്ച റബ്ബാണ് തന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്കത് തന്നത്. അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് നന്ദി പറയുക, അത് മാത്രമേ പറയാനുള്ളൂ. നൂർ ഫാത്തിമ അതിലൊരു കാരണക്കാരി മാത്രം. അതെ, എന്തൊക്കെ തന്നെയായാലും എനിക്ക് നാഫിയ സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ലടാ. അതുകൊണ്ട് അവൾക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഉസ്താദും ഉസ്താദിൻ്റെ ഭാര്യയും അതാ നേരെ നൂർ ഫാത്തിമയുടെ ആ വീട്ടിലേക്ക് വരുന്നു. ഉസ്താദ് നൂർ ഫാത്തിമ വിളിക്കുന്നു. നൂർമോളെ, നൂർമോളെ, നിന്നെ കാണാൻ ഒരു ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. ഗസ്റ്റോ? ആരാണ്? അവൾ പിടഞ്ഞെണീറ്റു. അതെ, പെട്ടെന്നാണ് ഹിജാബ് പൊന്തിച്ചുകൊണ്ട് ഒരു പെണ്ണ് അവളുടെ മുമ്പിലേക്ക് വരുന്നത്. നൂർ ഫാത്തിമ, ഇത് ഞാനാണ്, ഉസ്താദിൻ്റെ ഭാര്യയാണ്. മാഷാ അല്ലാ, ഇരിക്കൂ എന്ന് പറഞ്ഞ് നൂർ ഫാത്തിമ അവരെ സ്വീകരിച്ചു. അതെ, ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ കൂടിയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. എന്താണ് അത്? അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാനിപ്പോൾ ഗർഭിണിയാണ്. നൂർ ഫാത്തിമയുടെ അടുക്കൽ വന്ന് പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാ, മാഷാ അല്ലാ. അതെ, അള്ളാഹുവിനോട് നമ്മൾ നന്ദി പറയുക, സ്തുതിക്കുക. അള്ളാഹുവാണ് നമുക്ക് നൽകിയത്. ഒരു പക്ഷേ എല്ലാത്തിനും ഒരു സമയം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു സമയം നമുക്ക് അടുത്തത് ഇപ്പോഴാണ്. അതാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം. നമ്മൾ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുക. ഞാൻ എപ്പോഴും ഒരുപാട് ഹംദുകൾ പറയാറുണ്ട്. എനിക്കതറിഞ്ഞതിന് ശേഷം നൂർ ഫാത്തിമയെ ഒന്ന് കാണണം എന്ന് തോന്നുകയാണ്. എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ കാര്യം പറഞ്ഞു. എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്നറിയുന്നില്ല നൂർ ഫാത്തിമ. കാരണം 5 വർഷത്തോളാണ് ഞങ്ങളൊരു കുഞ്ഞിക്കാലിന് വേണ്ടി കൊതിച്ചത്. പക്ഷേ ഒരുപാട് പ്രതീക്ഷകളോട് ഞങ്ങൾ കാത്തിരിക്കും. അതെല്ലാം വിഫലമായിരുന്നു. എന്നാൽ ഇപ്പോൾ അൽഹംദുലില്ലാ, ഹോസ്പിറ്റലിൽ കാണിച്ചോ? അതെ, കാണിച്ചു, പോസിറ്റീവാണ്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, അള്ളാഹു ഖൈർ ചെയ്യട്ടെ. അപ്പോഴേക്കും നൂർ ഫാത്തിമ അവർക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കുവാൻ വേണ്ടി എഴുന്നേൽക്കുന്നു. ഹേയ്, വേണ്ട, അതൊന്നും വേണ്ട, അതൊക്കെ ഞങ്ങളല്ല നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്. എന്തൊക്കെയായാലും എനിക്ക് സന്തോഷം
പഠിച്ചോനെ എങ്ങനെ അത് അറിയിക്കണമെന്ന് എനിക്കറിയുന്നില്ല, അതുകൊണ്ട് എന്നെ നേരിട്ട് വന്നത്. വിളിച്ച് പറയാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, വിളിച്ച് പറയല്ല, നേരിട്ട് പറയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്. അൽഹംദുലില്ലാ. നൂർ ഫാത്തിമ, നിങ്ങൾ ഇവിടുന്ന് പോകരുത്, ഞങ്ങളുടെ ഓരോ കാര്യത്തിനും. അത് പോകാതിരിക്കാൻ പറ്റില്ല, എൻ്റെ അവസ്ഥ കാണുന്നതല്ലേ. അതെ അൽഹംദുലില്ലാ. 7 മാസമായില്ലേ? 7ലേക്ക് കടക്കുന്നു. 6 കഴിഞ്ഞു തുടങ്ങി ഏകദേശം. അപ്പോൾ നീ ഡെലിവറിയൊക്കെ? അത് ഞാൻ മദീനയിൽ പോവാണ്. മദീനയിലോ? അതെ, അവിടെ വെച്ചായിരിക്കും ഡെലിവറി. മാഷാ അല്ലാ, എന്തൊരു ഭാഗ്യവതിയാണ് നിങ്ങൾ. ഒരു കുഞ്ഞിനെ മദീനയിൽ വെച്ചൊക്കെ പ്രസവിക്കുക എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു അത്ഭുതം തന്നെയാണല്ലോ. ഇൻഷാ അല്ലാ, എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു അറബിയമ്മ വരും. ഞാൻ അവിടെയായിരുന്നു ജീവിച്ചിരുന്നത്. അവർ എന്നിട്ട് എത്തിയിട്ടുണ്ടോ? അതെ, അവരവിടെ ഫ്ലാറ്റിൽ താമസിക്കുകയാണ്. പിന്നെ ഒരുപാട് ആളുകൾ അവരുടെ കാണാനൊക്കെ വരും. അങ്ങനത്തെ സിറ്റുവേഷൻ ആയപ്പോഴാണ് അവർ വേറെ താമസിച്ചത്. കാരണം ഈ ഒരു ടൈമിൽ എൻ്റെ അടുത്തേക്ക് ഒരുപാട് വരുന്നത് അത്ര നല്ലതല്ലല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷേ എനിക്കങ്ങനെയുള്ള പേടിയൊന്നുമില്ല കേട്ടോ. എല്ലാം തരുന്നത് അള്ളാഹു അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് നടക്കും. അതിപ്പോൾ എത്രയൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാലും പടച്ചവൻ്റെ വിധി ഉണ്ടെങ്കിൽ ഞാൻ അതിൽ വിശ്വസിക്കുന്നവളാണ്. അള്ളാഹുവിൻ്റെ വിധിയിൽ നമ്മൾ വിശ്വസിക്കണം. നൂർ ഫാത്തിമ, നിങ്ങളുടെ കഥയൊക്കെ ഉസ്താദ് എന്നോട് പറഞ്ഞിരുന്നു. എന്തായാലും അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദീനിലേക്ക് ഇങ്ങനെ ഒരാളെ ക്ഷണിച്ചതിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ ദീനിലേക്ക് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. ഇങ്ങനെയൊന്നും എവിടെയും കിട്ടില്ല നമുക്ക്. അവളുടെ വാക്കുകൾ കേട്ട് നൂർ ഫാത്തിമ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നത് നിലനിർത്തി തരട്ടെ, ആമീൻ. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ, ആമീൻ. നൂർ ഫാത്തിമ, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ല, എന്നിട്ട് മദീനയിലേക്ക് ഇനി എന്നാ പോകുന്നത്? ഇൻഷാ അല്ലാ അടുത്ത മാസം ഫസ്റ്റ് അല്ലെങ്കിൽ ലാസ്റ്റ്, അങ്ങനെ ആകുമ്പോഴാണ് 7 തികയുക. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. എന്ത് പറ്റി നൂർ ഫാത്തിമ? എന്താ? അത് മദീനയിലേക്ക് എത്തുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ? അത് ശരിയാണ്, മുത്ത് ഹബീബിൻ്റെ ചാരത്തേക്കാണ് പോകുന്നത്. പിന്നെന്ത് വിഷമിച്ചത് പെട്ടെന്ന്? അതല്ല, ഒന്നുമില്ല. നാഫിക്ക അപ്പോൾ കൂടെ വരില്ലേ? നാഫി ഉസ്താദ് അത് ഇൻഷാ അല്ലാ. അതുകൊണ്ടായിരിക്കുമല്ലേ? എന്നാൽ അൽഹംദുലില്ലാ, നീ വലിയൊരു ഭാഗ്യവതിയാണ് കേട്ടോ. അതായത് പുണ്യ മദീനയിലേക്കൊക്കെ എത്തുക ഗർഭസമയത്ത് അവിടെ വെച്ച് പ്രസവിക്കുക എന്നൊക്കെ പറയുമ്പോൾ എത്രക്കൊരു നല്ല കാര്യമാണിത്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അതെ, ആ കാര്യത്തിലൊക്കെ ഞാൻ ഒത്തിരി ഭാഗ്യവതി തന്നെയാണ്. നൂർ ഫാത്തിമ, അറബി ഉമ്മയെ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ? എനിക്കൊന്ന് കാണാനായിരുന്നു വല്ലാത്ത ആഗ്രഹം. അറബി ഉമ്മ ഇപ്പോൾ ഫ്ലാറ്റിലായിരിക്കും. പിന്നെ ഒരുപാട് ആളുകൾക്ക് കാണാൻ വരുന്നത് കൊണ്ടല്ലേ, അതുകൊണ്ട് എന്തൊക്കെ തന്നെയാലും അവിടെ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഞാൻ ഉസ്താദിനോടൊന്ന് ചോദിക്കട്ടെ കേട്ടോ. അതിനനുസരിച്ച് നമുക്ക് പോവാലോ. നാഫി ഉസ്താദ് അതാ നൂർ ഫാത്തിമയുടെ അടുക്കലേക്ക് വരുന്നു. നൂർ മോളെ, ഇക്ക, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ നിൽക്കുകയായിരുന്നു. അതായത് അവർക്ക് അറബിയമ്മയൊന്ന് കാണണമെന്ന് പറഞ്ഞു. ആണോ? അതെന്താ, ഇനിയിപ്പോൾ കാണാൻ അധിക ദിവസമൊന്നും ഉണ്ടാവില്ല. എന്തായാലും പെട്ടെന്ന് ആയിക്കോട്ടെ. നാഫിക്ക, നമുക്ക് എന്നാൽ ഇന്ന് തന്നെ ഈവനിങ്ങിൽ അങ്ങ് പോയാലോ? അതായിരിക്കും നല്ലത്. പിന്നെ നൈറ്റിലാവുമ്പോൾ വല്ലാതെ ആരും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അതാ അവരുടെ ഇഷ്ടപ്രകാരം നാഫി ഉസ്താദ് വണ്ടി എടുക്കുന്നു. നാഫി ഉസ്താദ് പറഞ്ഞു, എല്ലാവർക്കും ഇതിൽ കയറിയാൽ പോരെ, അതല്ല നല്ലത്. നിങ്ങളുടെ വണ്ടി ഇപ്പോൾ തൽക്കാലം എടുക്കണ്ട, ഞങ്ങൾ ബൈക്കിലാണ് വന്നത്. അത് ശരി, എന്നാൽ കാറിന് തന്നെ പോവാം, ആയിരിക്കും നല്ലത്. വണ്ടി ഇവിടെ നിർത്തിയിട്ടാൽ മതി, നമുക്ക് രാത്രി ആകുമ്പോഴേക്കും തിരിച്ചെത്താം. അങ്ങനെ അതാ നൂർ ഫാത്തിമയും നാഫി ഉസ്താദും അവരുടെ സ്നേഹിതൻ ഉസ്താദും ഭാര്യയും കൂടി അറബിയമ്മയെ കാണാൻ വേണ്ടി പോകുന്നു. കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അറബിയമ്മ താമസിക്കുന്ന ഫ്ലാറ്റിനടുത്ത് അതാ അവിടെ വണ്ടി നിർത്തുന്നു. എന്നാൽ ഈ സമയം അറബിയമ്മയെ കാണുവാൻ വേണ്ടി വന്ന ആരൊക്കെയോ അവിടെയുണ്ട്. നൂർ ഫാത്തിമ പെട്ടെന്നിറങ്ങി ഉസ്താദിൻ്റെ ഭാര്യയെയും കൂട്ടി അതാ അകത്തേക്ക് ചെല്ലുന്നു. വന്നത് നൂർ ഫാത്തിമയാണ് എന്നറിഞ്ഞ അറബിയമ്മ, നൂർ മോളെ ഇരിക്ക്. പിന്നെ അതാരെ കൂടെ വന്നത്? അറബിയമ്മ അത് പറയാം. എന്തായാലും അവിടെ വന്നവരേക്കൊന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പിരിച്ചു വിട്ടേക്കും, അതായിരിക്കും നല്ലത്. അല്ലാതെ നമുക്ക് വേണ്ടി ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടല്ലോ. ശരി മോളെ, ഇരിക്കട്ടോ. അപ്പോഴേക്കും അറബിയമ്മയുടെ അടുക്കൽ പല പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നു.
അതിൽ പകുതി മുക്കാലും ആളുകൾ വീടില്ലാത്തവരായിരുന്നു. വീടില്ലാത്തവരും അസുഖമുള്ളവരും ചികിത്സക്ക് പണമില്ലാത്തവരുമൊക്കെ ആയിട്ട്. അപ്പോഴെല്ലാം അറബിയമ്മ അള്ളാഹുവിനെ സ്തുതിച്ചു. പഠിച്ച റബ്ബേ, ഇത്രയ്ക്കും പാവങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അറബിയമ്മ എല്ലാവരോടുമായി പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട. വീടില്ലാത്തവർക്കൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് സ്ഥലം വാങ്ങിയിട്ട് ഓരോ വില്ലകൾ പോലത്തത് അതിൽ പണിയാം. എന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ വീടെന്ന സ്വപ്നം അത് പൂർത്തീകരിക്കാം ഇൻഷാ അല്ലാഹ്. വീടും സ്ഥലവും ഇല്ലാത്തവരായിരുന്നു അധിക പേരും, അതും വാടകയ്ക്ക് നിൽക്കുന്നവർ. അറബിയമ്മ പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് അയൽവാസികളായി കഴിയുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് 1-2 ഏക്കർ സ്ഥലം വാങ്ങിയിട്ട് നമുക്കതിൽ വീടുകൾ പണിയാം. അത് കേട്ട് സന്തോഷത്തോടെയാണ് അവിടെയുള്ളവരെല്ലാം മടങ്ങുന്നത്. കണ്ണീരോടെ വന്ന അവരെല്ലാം മടങ്ങിപ്പോകുന്നത് വളരെയധികം സന്തോഷത്തോടെ. അതുമാത്രമല്ല, അറബിയമ്മ ബാങ്കിൽ നിന്ന് കുറച്ച് പണം പിൻവലിച്ച് അവരുടെ കയ്യിലെല്ലാം നല്ലൊരു സംഖ്യ നൽകുന്നുമുണ്ട്. അവരെല്ലാവരും അറബിയമ്മയോട് പറഞ്ഞു, പടച്ച റബ്ബ് നിങ്ങളെ രക്ഷിക്കും. നിങ്ങളെ അള്ളാഹുവായിട്ടാണ് ഞങ്ങളുടെ മുമ്പിലേക്ക് ഇറക്കി തന്നത്. ഞങ്ങളൊരിക്കലും ഒരു ഉപകാരം മറക്കില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അറബിയമ്മയുടെ കൈ പിടിച്ച് മുത്തിക്കൊണ്ടും പലരും പിരിഞ്ഞു പോകുന്നുണ്ട്. അറബിയമ്മ എല്ലാവരോടുമായി പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾ വേറൊന്നും വേണ്ട, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, നന്ദി പറയുക. പിന്നെ ഈ വിനീതയ്ക്ക് വേണ്ടിയും എൻ്റെ മകനക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. എൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതേ എനിക്ക് പറയാനുള്ളൂ. അറബിയമ്മ തീർച്ചയായും ഞങ്ങളുടെ ദുആയിൽ നിങ്ങളെ ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഉമ്മമാരും പെൺമക്കൾ കല്യാണം ശരിയാകാതെയും അതുപോലെ പണമില്ലാത്തതിൻ്റെ പേരിൽ കല്യാണം നടക്കാത്തതുമായിട്ട് ഒരുപാട് പെൺകുട്ടികളായിട്ടാണ് വന്നിട്ടുള്ളത്. അവർക്കെല്ലാം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വാക്കുകൾ സമ്മാനിച്ചുകൊണ്ടും അവർക്ക് ക്യാഷുകൾ നൽകിക്കൊണ്ടും അതാ അറബിയമ്മ അവരെയെല്ലാം യാത്ര അയക്കുന്നു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അതാ നൂർ ഫാത്തിമയുടെ അടുക്കലേക്ക്, നൂർ മോളെ വരൂ, അവരെയും കൊണ്ടുവരൂ. ഉമ്മ നിങ്ങളിത് കാണണമെന്ന് പറഞ്ഞു. അതിനെന്താ? എൻ്റെ പേര് ഹൈറുനിസ. മാഷാ അല്ലാ, ഹൈറായ സ്ത്രീ അല്ലേ? ഭർത്താവ് ഉസ്താദ് തന്നെയാണ്. മാഷാ അല്ലാ. എന്തൊക്കെ തന്നെയായാലും ഭർത്താക്കന്മാർ ഉസ്താദുമാരായ ഭാര്യമാർക്ക് വല്ലാതെ ഒന്നും ടെൻഷൻ ഉണ്ടാവില്ലല്ലോ അല്ലേ? ടെൻഷനും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല, അൽഹംദുലില്ലാ, ടെൻഷനും ബുദ്ധിമുട്ടും അതൊന്നുമില്ല. ഞങ്ങൾക്ക് ചെറിയൊരു പ്രയാസം ഉണ്ടായിരുന്നു. എന്ത്? അത് മക്കളില്ലാത്തതിൻ്റെ പേരിലേ ഒരു വിഷമം ഉണ്ടായിരുന്നു. ഒരുപാട് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നെ നോക്കി ചികിത്സിച്ചിരുന്നു. എന്നാൽ അൽഹംദുലില്ലാ ആ ഒരു സന്തോഷ വാർത്ത ആണോ? അൽഹംദുലില്ലാ അതെ, നൂർ ഫാത്തിമയുടെ അടുക്കൽ വന്നിരുന്നു. അവൾ എന്തൊക്കെയോ ചൊല്ലാനും പറയാനോ ഖുർആൻ പാരായണം അതൊക്കെ പറഞ്ഞു തന്നു. അതിനനുസരിച്ച് അതൊക്കെ ചെയ്തു. അൽഹംദുലില്ലാ ഏകദേശം 1 മാസമായപ്പോഴേക്കും അത് റെഡിയായി. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. നൂർ ഫാത്തിമയെ അറബിയമ്മ സന്തോഷത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ മനോഹരമായ ആ നുണക്കുഴുകിൽ വിരിയുന്നുണ്ടായിരുന്നു. അറബിയമ്മ അവളുടെ കവിൾ പിടിച്ച് മെല്ലെ നുള്ളി. മോളെ, നീ എൻ്റെ മോള് തന്നെയാണ് കേട്ടോ എന്ന് പറഞ്ഞു. ശരിക്കും നൂർ ഫാത്തിമ അതിൽ സന്തോഷപുളകിതയായി. അതെ, അറബിയമ്മയുടെ മകളെന്ന് പറയുമ്പോഴും അതിലൊരു അഭിമാനമുണ്ട്. അല്ല മോളെ, എന്ത് ചെയ്യുന്നു? അപ്പോൾ ഭർത്താവ് ഉസ്താദാണ് അല്ലേ? ഉംറ സർവീസ് അങ്ങനെ എന്തെങ്കിലും? അതൊന്നുമില്ല, 2 നേരം മദ്രസവും പള്ളിയായിട്ട് അങ്ങനെ പോവുകയാണ്. ഓക്കെ. വീടൊക്കെ? ഇല്ല, വയസ്സായ ഉമ്മയും ഉപ്പയൊക്കെ ഉണ്ട്. തറവാടാണ്, കുറച്ച് പഴകിയ വീടാണ്. ഇൻഷാ അല്ലാ ഇനി പൈസയൊക്കെ കൂടുതലാകുന്ന സമയത്തൊക്കെ എടുക്കണം. നിങ്ങൾ ദുആ ചെയ്യണം കേട്ടോ. അല്ല, ഈ പള്ളിയും മദ്രസയൊക്കെ ആയിട്ട് വരുമ്പോൾ ബർക്കത്തുണ്ടാവും, അതൊക്കെയാണ്. കാരണം മദ്രസ പഠനം എന്നൊക്കെ പറയുമ്പോൾ പഠിപ്പിക്കണമെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിക്കുകയാണല്ലോ. അതിപ്പോൾ എത്ര കുറഞ്ഞ സംഖ്യ ആണെങ്കിലോ നമുക്കതിൽ നിന്നൊരു ബർക്കത്തുണ്ടാകും അല്ലേ? നല്ല ജോലി തന്നെയാണ്. അല്ല അറബിയമ്മ, ഞങ്ങൾക്കൊന്ന് എൻ്റെ ഹസ്ബൻഡിനൊന്ന് ഗൾഫിലേക്ക് പോകണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ വീടൊക്കെ ഒന്ന് പൊളിച്ച് നന്നാക്കണം. പ്രായമായ ഉമ്മയും ഉപ്പയും ഉണ്ട്. പിന്നെ 2 അനിയത്തിമാരുണ്ട് എൻ്റെ ഹസ്ബൻഡിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. അവരെ കഴിപ്പിച്ച് വിടേണ്ടത് ഹസ്ബൻഡാണ്. പിന്നെ പ്രായമായ ഉപ്പയല്ലേ, ഉപ്പയെ കൊണ്ടൊന്നും കഴിയൂല. പിന്നെ വലിയൊരു പെങ്ങളുണ്ടായിരുന്നു, അവരെ കെട്ടിച്ച് വിട്ടതാണ്. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവിനും നിങ്ങളുടെ ഒരു കമ്പനിയിൽ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഞാനിന്ന് പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും പറയുന്നത് കേട്ടിട്ടുണ്ടേ. മോളെ, എന്തിന്? കമ്പനിയിലെ ജോലിയൊന്നും വേണ്ട. റാഹത്തായിട്ടുള്ള പണിയെന്ന് വെച്ചാൽ ഈ പള്ളിയിലെ പണിയും അതുപോലെ മക്കളെ ദീന് പഠിപ്പിക്കലാണ്. അതിനേക്കാൾ വേറെ മറ്റെന്ത് പണിയാണുള്ളത്? ഒന്ന് ആലോചിച്ചാൽ പോരെ.
അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, റാഹത്ത് തന്നെയാണ്. പക്ഷേ നമ്മൾക്ക് വീടെന്ന സ്വപ്നവും അതൊക്കെ ബാക്കിയാണ്. പിന്നെ പെൺമക്കളെ അവരെ പെങ്ങന്മാരെ കെട്ടിക്കുന്ന കാര്യത്തിലൊക്കെ അതിപ്പോൾ ഈ കുറഞ്ഞ് അതൊക്കെ ഇൻഷാ അല്ലാ നല്ല രീതിയിൽ റാഹത്തായിട്ടൊന്ന് കഴിഞ്ഞു പോയിക്കോളും. തൽക്കാലം ഉസ്താദ് നാട്ടിൽ തന്നെ നിൽക്കട്ടെ. ഈ ഒരു അവസ്ഥ, ഗർഭിണിയായിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിൻ്റെ കൂടെ തന്നെ ഉസ്താദ് നിൽക്കട്ടെ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് സമാധാനം ഉണ്ടാകുക, മനസ്സിന് സന്തോഷം ഉണ്ടാകുക. പിന്നെ നിങ്ങളുടെ തറവാട്ടിൽ ഉമ്മയും ഉപ്പയും 2 പെങ്ങന്മാരല്ലേ? ഓക്കെ. അപ്പോൾ തറവാട് വീട് പഴകിയതാണോ? ഓടിട്ട വീടാണ്. പക്ഷെ അതൊന്ന് പൊളിച്ച് നന്നാക്കാൻ പിന്നെ പഞ്ചായത്തിലേക്കൊന്നും എഴുതി കൊടുത്താലൊന്നും കിട്ടൂല. അങ്ങനെ കേട്ട് നിൽക്കുകയാണ്. അതൊന്നും ചെയ്യണ്ട. പിന്നെ ഉസ്താദിൻ്റെ ജോലി എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ജോലിയാണത്. ഉസ്താദായി കഴിഞ്ഞാൽ പിന്നെന്താ, അവരുടെ ഫാമിലിയുടെ കാര്യത്തിലൊന്നും വലിയൊരു ടെൻഷനും വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല. അവരുടെ ഭാര്യമാർക്കൊക്കെ നല്ല റാഹത്തോട് കൂടിയുള്ള, കാരണം അവർ അറിവുള്ളവരാണ്. അറിവുള്ളവരാകുമ്പോൾ തന്നെ അവർ വേദനിപ്പിക്കൂല ആരെയും. ശരിയാണ് അറബിയമ്മ, ഇതുവരെയായിട്ട് എന്നെ നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറിയിട്ടുള്ളൂ. അൽഹംദുലില്ലാ, അദ്ദേഹത്തിൻ്റെ കൂടെ എന്നും ജീവിക്കാൻ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യാൻ അറബിയമ്മ ദുആ ചെയ്യണം. ഇൻഷാ അല്ലാ നിങ്ങളുടെ കാര്യമൊക്കെ നല്ല റാഹത്തിലാകട്ടെ. ഖൈറുനിസ, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിൻ്റെ ഭർത്താവിനെ ഞാനിപ്പോൾ ഗൾഫിലേക്കൊന്നും കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തിനെ, നീ ഇവിടെയും അദ്ദേഹം അവിടെ കഴിയുമ്പോൾ എന്ത് സന്തോഷമാണുള്ളത്, സമാധാനമുള്ളത്. അതൊരിക്കലും ഈ അറബി ഉമ്മക്ക് ഇഷ്ടമല്ല ഭാര്യയും ഭർത്താവും പിരിഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം, വിഷമിക്കണ്ട. ഓക്കെ, പോരെ? സന്തോഷമായോ അറബി ഉമ്മ? ഇൻഷാ അല്ലാ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ഹൈറുനിസ, ഞാൻ ഒരു കാര്യം പറയാം. എന്തൊക്കെ തന്നെ പ്രതിസന്ധി ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഉസ്താദ് എന്നുള്ള ജോലി അത് ഒഴിവാക്കരുത് കേട്ടോ. അതിലാണ് നിങ്ങൾക്ക് ബർക്കത്ത് ഉണ്ടാകുക. ഇത് നോക്കിക്കൊണ്ടേ, ബർക്കത്ത് നിങ്ങൾക്ക് അള്ളാഹു നൽകും ഇൻഷാ അല്ലാ. വീടിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു ടെൻഷനും ആവണ്ട, ഒന്നും ആവണ്ട. പിന്നെ പെണ്ണുങ്ങന്മാരെ കെട്ടിക്കുന്ന കാര്യത്തിൽ അവർ 2 പേരെയും ഒന്നിങ്ങോട്ട് എൻ്റെ അടുത്തേക്ക് വിടണം കേട്ടോ. വരാൻ പറ്റുന്നുണ്ടെങ്കിൽ നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ടായാലും മതി, കുഴപ്പമില്ലെങ്കിൽ അവർ 2 പേരെയും അറബിയമ്മ ഞാൻ അവരോട് പറയാം. അവർ എന്താ ചെയ്യുക, ഇക്കയുടെ അടുത്ത് അതിപ്പോൾ സ്വർണം വാങ്ങാനോ അല്ലെങ്കിൽ ചിലവ് കഴിയാനോ ആ കുറഞ്ഞ സാലറി അതൊന്നും സാരമില്ല, വിഷമിക്കണ്ട. മക്കളെ ഒന്ന് കൂട്ടി വരണം കേട്ടോ. അതുപോലെ തന്നെ വീടിൻ്റെ കാര്യത്തിൽ നിങ്ങൾ യാതൊരു വിഷമിക്കണ്ട. റാഹത്തോടു കൂടി മദ്രസ പഠിപ്പിച്ച് പള്ളിയിൽ ജോലി ചെയ്ത് അങ്ങനെ ജീവിച്ച് പോയിക്കോട്ടെ. അതാണ് ഏറ്റവും ഹയർ എല്ലാ ജോലിയേക്കാളും ഇൻഷാ അല്ലാ. അറബിയമ്മയുടെ ആ വാക്കുകൾ ശരിക്കും ഹൈറുനിസ കേട്ടു. അവൾക്ക് സന്തോഷമായി. അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഗൾഫിലേക്ക് പറഞ്ഞേക്കുക എന്നതിനെക്കുറിച്ച്. കാരണം പോയാൽ അത് വല്ലാത്ത വിഷമമായിരിക്കും. അത് ആദ്യമായിട്ട് ഞാൻ ഗർഭിണിയാകണം 5 വർഷത്തിന് ശേഷം. തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ ആ ഒരു സ്നേഹവും തലോടലും അതെനിക്ക് കിട്ടാതെ പോകും. ഞാൻ ഒരുപാട് വിഷമിക്കും. ഒരിക്കലും ആഗ്രഹം ഇല്ലായിട്ടല്ല, പക്ഷേ ഗൾഫിൽ പോകുകയല്ലാതെ നിവൃത്തിയില്ല എന്നുള്ള ഒരു കാര്യം കൊണ്ട് മാത്രമാണ് എൻ്റെ ഇക്കയെ ഞാൻ പറഞ്ഞേക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഉസ്താദിനെ ഒന്ന് വിളിപ്പിക്കുവാൻ വേണ്ടി അത് നാഫിയ ഉസ്താദിനോട് പറയുന്നു. ഉസ്താദ് അങ്ങോട്ട് വന്നു. അറബിയമ്മ ഹിജാബ് താഴ്ത്തിയിട്ടുകൊണ്ട് അവരോട് സംസാരിച്ചു. മോനെ, അറബിയമ്മ നാഫിയ ഉസ്താദ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ മോനെ, ഞാൻ മോനോട് എന്താ മോന് ഗൾഫിലേക്ക് പോകണമെന്നുണ്ടോ? അതെ, വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. 2 പെങ്ങന്മാരുണ്ട്, വീടിൻ്റെ കാര്യമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ മോനെ, അതിന് ഗൾഫിൽ പോയാൽ എല്ലാത്തിനും പരിഹാരം ആവുന്നുണ്ടോ? ഇൻഷാ അല്ലാ നോക്കുക. കാരണം നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ തൽക്കാലം മോന് ഗൾഫിലേക്കൊന്നും പോകണ്ട. ഇവിടെ തന്നെ ഞങ്ങൾ സെറ്റ് ആയിക്കോ. നിനക്ക് കുറഞ്ഞ സാലറി ആണെങ്കിലും ആ ഒരു ഉസ്താദിൻ്റെ ആ ഒരു ശമ്പളം അത് മതി നിങ്ങൾക്ക്. എല്ലാം റാഹത്തായി ക്ലിയർ ആകും. പിന്നെ പെങ്ങന്മാരെ കൂട്ടി ഒന്ന് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് വരണം കേട്ടോ. എനിക്ക് അവരെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇൻഷാ അല്ലാ. ഉസ്താദിൻ്റെ പെങ്ങന്മാരെ കൂട്ടി അതാ അറബിയമ്മ വീണ്ടും വരുവാൻ വേണ്ടി അവരോട് പറയുന്നു. അത് എന്തിനായിരിക്കും? നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അറബിയമ്മ നാട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പായിട്ട് ഒരുപാട് ആളുകൾ കാണണം, സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അവരോടൊക്കെ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഇൻഷാ അല്ലാ നമുക്ക് എല്ലാവർക്കും മദീനത്തെത്തിയിട്ട്
ആ അറബിയമ്മയുടെ വീടൊക്കെ ഒന്ന് കാണുവാനും അവരോട് സംസാരിക്കുവാനൊക്കെ ഉള്ള ഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.